ഹലോ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ വന്ന റോബ്ലോക്സിന്റെ പ്രിസം എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. അപ്പോൾ ഗൈസ് നമ്മളുടെ ഈയോടാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ജൂൺ 5 വരെ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മളാണ് ഗെയിമിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഗെയിമിൽ എത്തിയ സമയത്ത് അവർ കാണിക്കുക എന്തൊക്കെ ലാത്തി എടുക്കാനാണ്, ലാത്തി ഫൈറ്റ് ഒക്കെ നടക്കുന്നുള്ളത് പറയുന്നു. എന്നാണ് ജയിലിനകത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. വന്ന സമയത്ത് നമുക്ക് 6 മാർക്ക് നമ്മുടെ കയ്യിൽ ലാത്തിയൊക്കെ തന്നിട്ടുണ്ട്. എന്തിനാണാവും നമുക്ക് ഈ 6 മാർക്കിന്റെ പുറയിൽ പോയി നോക്കാം. അവിടെ ചെന്ന ഒരു ഏണിയുണ്ട്. ഏണി കയറിയപ്പോൾ ഇച്ചിരി മൂലക്കൊരു പൈപ്പുണ്ട്. ആ മൂലയ്ക്ക് നിന്നൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ തല്ലി തുറക്കാൻ പറയുന്നു. നമ്മൾ ചവിട്ടി ഞാൻ തുറന്നിട്ടുണ്ട്. ചവിട്ടി തുറന്ന് നമ്മൾ നേരെ പോകുന്നു. അപ്പോൾ തുറന്നു അത് ചവിട്ടി തുറന്നു വെച്ചാൽ നേരെ നമ്മൾ താഴെ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. നമ്മളപ്പോൾ ജയിലിൽ ഞാൻ എന്തൊക്കെ കഷ്ടപ്പാടാണ്. ഇവിടെ നമ്മൾ ചാടി അപ്പോൾ നമ്മൾ മണ്ടൊക്കെ ഇട്ടുണ്ട്. അവിടെ 6 മാർക്ക് കാണിക്കുന്നുണ്ട് ഇവിടെ പോകാൻ ടൈമ്. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ടോപ്പിൽ ചെക്ക് പോയിന്റ് ആയിരുന്നു. ചെക്ക് പോയിന്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ചെക്ക് പോയിന്റിട്ട് ചോമ്പായപ്പോൾ താണ്ടൊരു ഡ്രില്ല് ചാടി നമ്മൾ മണ്ട കയറി ഒന്നൂടെ ചാടി പിന്നെ ഒന്നൂടെ ചാടി നമ്മൾ അത് ചെന്നിട്ടുണ്ട്. നേരപ്പോൾ അവളെ ടൂൾ എടുത്ത് നേരെ ഇവിടെ തല്ലി പൊട്ടിച്ച് അകത്ത് കയറി നമ്മൾ നേരെ താഴോട്ട് അടി ചെന്നപ്പോൾ ഇവിടെ അങ്ങനെ പോലീസുകാരനെ 2 പ്ലെയർ അവിടെ കിടന്ന് ഓടുന്ന ഒരുത്തോണ്ട് മാറ്റി ഇവിടെ നിൽക്കുന്നത്. അവൻ നല്ല സ്വിച്ച് ആകാണ്ട് പച്ച സ്വിച്ച് എടുത്ത് കഴിഞ്ഞപ്പോഴത്താണ് നമ്മളെ വന്ന് പിടിച്ച് നമ്മളെ ലാത്തി കറക്കി തലക്കറി നോക്കിയിട്ട് പറ്റുപോലില്ല. പിന്നെ അവൾ അവർ മൈൻഡ് കഴിച്ചാൽ നമ്മൾ ഒരുത്തം പട കാണാൻ ചുമ്മാ അതൊരു കാര്യമില്ലെന്ന് അടിക്കുന്നത്. നമ്മൾ തന്നെ വിടും നമ്മളെ തിരിച്ചടിച്ച് നമ്മൾ ആ ഷീൽഡൊക്കെ എന്താ വേണ്ടി ചേർത്തിട്ട് അടിച്ചെന്ന് പോലെ ഒരുത്തം പുറയിന് വരുന്നത് ഒന്ന് സഹിക്കാൻ വയ്യ. പിന്നെ ഒരുത്തരുടെ പുറയിന് വരുന്നത് നമ്മൾ ഓടി പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ലാസ്റ്റാണ് അവനെ പിടിച്ചിട്ടുണ്ട്. വേറൊരുത്തനാണെങ്കിൽ പുറയിൽ നല്ല വിഷയം അടിയുന്നുണ്ട് അവൻ. പിന്നെ അവനെ കൊല്ലണമെന്നുള്ള മൈൻഡിൽ നമ്മൾ പിന്നെ അവനെ അടിക്കാനായിട്ട് അവിടെ ചെന്നിട്ടുണ്ട്. അവനെ അടിച്ച് അവൻ ഓടിക്കളിക്കുന്നവൻ. പിന്നെ അവൻ വെച്ചേക്കില്ല. നമ്മൾ പിന്നെ പണിഞ്ഞു വിട്ടു അവനെ അന്ന്. പിന്നെ അടിച്ച് അവൻ ചാവാറായപ്പോൾ ഞാൻ പിന്നെ അടിച്ച് പിന്നെ അവൻ എന്തൊക്കെയോ വെച്ച് അവൻ ഓടി നേരെ ഓടി ചെന്നിട്ട് അവൻ ഷീൽഡ് പിടിച്ച് ഷീൽഡിക്കാൻ ഉപയോഗിക്കണം. നീ അറിഞ്ഞാലും 2 വട്ടം ചാവത്തില്ലായിരുന്നു. ഇപ്പോഴും അവൻ ഷീൽഡ് പിടിച്ചിട്ട് ഓടുവാണ്. പിന്നെ നമ്മൾ തിരിച്ചടിക്കാൻ നോക്കി അവൻ കൈ പോലും വരാനില്ല. അപ്പോൾ നമ്മൾ ആ സ്പോട്ട് ഡെഡായിട്ടുണ്ട്. നമ്മളെ കൊന്നാലേ പിന്നെ കൊല്ലാതെ വിടത്തില്ല എന്നുള്ള ഒറ്റ മൈൻഡ് നമ്മൾ പിന്നെ ഉറച്ചു ചെന്ന് പിന്നെ അവൻ നമ്മൾ കൈ കിട്ടിയപ്പോൾ നമ്മൾ 2 അടി കൊടുത്ത് അവൻ ഏറ്റിട്ടുണ്ട്. പിന്നെ അവൻ അനങ്ങിയില്ല. അവിടെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവനെ അങ്ങനെ തീർത്തിട്ടുണ്ട്. നമ്മൾ കരാട്ട ബ്ലാക്ക് ബെൽറ്റ് എന്നോട് കണ്ടാ ലാറ്റൊക്കെ ചെന്നിട്ട് പടാന്ന് ചുറ്റുന്നേ കണ്ടാ. ഇവനൊക്കെ നിസ്സാരതായോ ആണി അയ്യോ പിടിച്ച്. പിന്നെ നമ്മൾ ഒന്നുകൂടെ വന്നിട്ടുണ്ട് തന്നെ. നമ്മൾ ഒന്നുകൂടെ വെച്ചാൽ അവനെ വിടത്തില്ല. അവൻ ഓടി ചെന്ന് പാടായി വരുന്നത്. പിന്നെ ഈ സ്വിച്ച് അതിനൊക്കെ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓടിയിട്ടുണ്ട്. ഓടി നമ്മളെ പുറയിലാണ്ടത് പാക്കുഞ്ഞു ചാടി വരുന്നുണ്ട്. നമ്മളായിട്ട് നമ്മൾ ചാടി നമ്മൾ മണ്ടക്കേറിപ്പം 6 മാർക്ക് കണ്ട് എനിക്ക് അപ്പഴേ തോന്നി ആ ചാട്ടം. നമ്മൾ നേരെ ഒറ്റ ചാട്ടം കാലൊക്കെ ഇപ്പം നമ്മൾ ചാടി കോഴിക്കുഞ്ഞിനെ പിടിക്കുന്നുണ്ട് വന്ന് പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒന്നുകൂടെ ലാത്തി തന്നിട്ടുണ്ട്. ലാത്തി നമ്മൾ പിടിക്കാൻ വന്നപ്പോഴത്തേക്ക് നമ്മൾ നേരാണ് കറങ്ങി കൂടി അവൻ നമ്മുടെ ഐക്ക് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആ പടി കയറി നമ്മൾ മണ്ടയ്ക്ക് വന്നിട്ടുണ്ട്. മണ്ടയ്ക്ക് കയറി കഴിഞ്ഞ് ഈ വട്ടം പോലത്തെ നമ്മൾ താഴെ വീഴുന്ന ഒറ്റ മൈനിൽ തന്നെ ഉറച്ച് നമ്മൾ നേരെ വന്ന് അടുത്ത് ഒറ്റ ചാട്ടം നമ്മൾ പൈപ്പിൽ കയറിയിട്ടുണ്ട്. എന്താ വരില്ലേ വാടാ നടക്കുന്നു. നമുക്ക് നേരായിട്ട് പോവാം. നേരെ എന്നാൽ പൈപ്പിലൊക്കെ ചാടി കഴിയുമ്പോൾ നാളെ അവിടെ താഴെ ഇരിക്കുന്നു. അയ്യോ ഇപ്പോൾ പോയേനെ നേരെ ഒറ്റ ചടയാച്ച് പോയെന്ന്. പിന്നെ ഇപ്പുറത്ത് വന്നാൽ നമ്മളെ നേരെ വന്നപ്പോൾ എന്താണ് ഗേറ്റ് വന്നിട്ടേക്ക് നമ്മൾ അകത്ത് കയറി അന്നേരം അവിടെ അത്രയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അന്നേരം അവരോട് നമ്മൾ പോകാൻ പറഞ്ഞിട്ട് നമ്മളാണ്ട് ഈ ഗേറ്റ് ഒക്കെ തള്ളിത്തോടെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നമ്മളാണ്ട് ഇവിടെ ടോയ്ലറ്റ് എല്ലാം നമ്മൾ വൃത്തിയായി കിട്ടാൻ കുരുത്തി തുറന്നു ആ ടോയ്ലറ്റ് പറഞ്ഞില്ല. എന്തിനു വേണ്ടേ ശിവനേ ഒട്ടത്തൊക്കെ കുത്തി തുടങ്ങി എന്തോ വാടകത്തൊക്കെ നമ്മളാണ്ട് പിന്നെ ഇവിടെ കുഴിക്കാനുള്ള സാധനമൊക്കെ കയ്യിലൊക്കെ എടുത്ത് അടിച്ചു നോക്കിപ്പോട്ട് വരുന്നില്ല. പിന്നെ ഒറ്റ മണി തല്ലിയാൻ പൊട്ടിച്ചാൽ കയ്യിലെടുത്തിട്ടുണ്ട്. കയ്യിലെടുത്ത് കഴിഞ്ഞപ്പോൾ ടൈലൊന്നും പൊട്ടുന്നില്ല. ഇവിടുത്തെ ടൈൽ അതിനെ പൊട്ടുന്നത് കുഴിച്ച് ഇപ്പോൾ അടി പോകുന്ന ടൈം കൊണ്ട് നിങ്ങൾ ചാനൽ സബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. 2 സ്ക്രോൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ 75ാമത്തെ സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ചെയ്യാവുന്നതായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ്. പൈസ ചാടി പോവുകയാണ്. ചാടി ഒന്നാമത്തെ 2 നമ്മൾ പാലസ് വെച്ചിട്ടുണ്ട്. പാലസിൻ്റെ 1 ഫുള്ള് ലാഭമായിട്ട് 2 ഡ്യൂപ്ലിക്കേറ്റ് സാധനം അത് പഠിച്ച് പണിയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. തവിട്ട് വീട് പൊളിഞ്ഞു പോയി. ആണ്ട് ഇവിടെയൊക്കെ ഒരു വവ്വാലൊക്കെ പറന്നു വന്നു. എന്തായാലും അത് പണിഞ്ഞ് എന്നിട്ട് നേരെ പറഞ്ഞു വിടായിരുന്നു. ഇത് ചുമ്മാ ആളെ ചുറ്റിക്കാൻ വേണ്ടി നേരെ പാതപാട് താഴെ മുള്ള കൈ നടക്കുന്നത്. എന്നാ അങ്ങനെ ഇടപെട്ടിട്ട് നമ്മൾ ഒന്നുകൂടെ ഈ വട്ടം എത്തിയിരിക്കും 100% ഉറപ്പ്. നമ്മളിവിടെ എത്തുന്ന അത്രേ ഉള്ളൂ. എന്ത് ഉൾക്കയോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് പാർട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ് അടിക്കുക, കമൻറ്റ് ബോക്സിൽ സെക്കൻഡ് പാർട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡ് പാർട്ട് നാളെയോ മറ്റന്നാളോ ഇടുന്നതായിരിക്കും. മാക്സിമം സബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. 2 സപ്പോർട്ട് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ 75 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.